ശിഷ്യനും ഗുരുവും തമ്മിൽ നടന്നു പോവുകയാണ്. ഗുരുവിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം ശിഷ്യന്മാരോട് പറയും. അത് ഒന്നും ഒളിച്ചു വെക്കാതെ തന്നെ തൻ്റെ നേരെ വരാൻ പോകുന്നതായ പരീക്ഷണങ്ങളും ഉപദ്രവങ്ങളും എല്ലാം മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് വിഭജിച്ചു കൊടുക്കുന്നതായ ഒരു ഗുരു. നാം ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങളാണ് നാം ശ്രവിച്ചത്. യേശു താൻ തിരഞ്ഞെടുക്കപ്പെട്ട ആ ശിഷ്യന്മാരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അയക്കുമ്പോൾ അവിടേക്ക് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ ഈ വേദഭാഗത്തിലൂടെ നാം ശ്രവിച്ചത്. അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതായ ഒരു സേഫ് സോണിലേക്ക് പോകുവാനല്ല ക്രിസ്തു അവരോട് നിർദ്ദേശിക്കുന്നത്. ആ വഴിയല്ല അവരെ പഠിപ്പിക്കുന്നത്, മറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുന്നത് അവർ നേരിടേണ്ടി വരുന്നതായ സാഹചര്യങ്ങൾ, ചില അനുഭവങ്ങൾ വരച്ച് കാട്ടിക്കൊണ്ടാണ് ഈ വിശുദ്ധ വേദഭാഗം നമ്മെ ഇന്നത്തെ ധ്യാനത്തിനായി എടുക്കേണ്ടതും. പ്രധാനമായും 2 ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിക്കൊള്ളാം. ഒന്നാമതായി, അധാർമികതയുടെ വാളല്ല, മറിച്ച് ധാർമ്മികതയുടെ സമാധാനത്തിൻ്റെ വാളാണ് നാം എടുക്കേണ്ടത്. അധാർമികതയുടെ വാളല്ല, മറിച്ച് ധാർമ്മികതയുടെ സമാധാനത്തിൻ്റെ വാളാണ് നാം ഏൽക്കേണ്ടത്. നമുക്കറിയാം, ചരിത്രം പരിശോധിക്കുമ്പോൾ റോമൻ സാമ്രാജ്യത്തിൽ ഏൽപ്പിച്ചൊരു സമാധാനമുണ്ട്. അത് അടിമത്തത്തിൻ്റെ സമാധാനമാണ് അവരെ പലപ്പോഴും കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ അടിമത്തത്തിൻ്റെ സമാധാനത്തിനെതിരായി നിന്നുകൊണ്ടാണ് ക്രിസ്തു ഇവിടെ പറയുന്നത്, ഞാൻ വാളിനെ അല്ലാതെ സമാധാനം ഉണ്ടാകുവാനല്ലാതെ വന്നത്. അപ്പോൾ ഈ സമാധാനത്തിനെതിരെയാണ് ക്രിസ്തു വാളെടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ വാള്? ഏത് വാളാണ് ക്രിസ്തു കണ്ടിരുന്നത്? ദൈവരാജ്യം മൂല്യമാകുന്ന വാളിനെ എടുക്കുവാൻ തക്കവണ്ണമാണ് ക്രിസ്തു അവരെ ബോധനം നൽകുന്നത്. സമാധാനമാകുന്ന വാൾ, അതാണ് അവിടെ ഇടയിൽ ഇറക്കിയതും. നമ്മുടെ ഇടയിൽ സ്വാതന്ത്ര്യം മൂലം സമാധാനം കൈവരിക്കണം എന്നുള്ളതാണ്. എന്ന് നമ്മുടെ ദേശം വളരെയധികം അസമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ കടന്നു പോകുമ്പോഴും ക്രിസ്തു പറയുകയാണ്, സമാധാനത്തിൻ്റെ വാളാണ് നാം ഏൽക്കേണ്ടത്. ആ സമാധാനത്തെ വാളെടുത്തുകൊണ്ട് നമ്മുടെ ഈ ഒരാഴ്ചക്കാലം നടക്കണം എന്നുള്ളതാണ് ഒന്നാമതായി ഓർമ്മിപ്പിക്കുവാനുള്ള സമാധാനം എന്ന സന്ദേശം എന്ന് പറയുന്നത്. സമാധാനം ഉണ്ടാകുന്നവർ ഭാഗ്യവാന്മാർ എന്ന് നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ ആ തിരുവചനങ്ങളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തോടു കൂടി നമ്മൾ ജീവിക്കുന്നവരായി മാറണം എന്നുള്ളതാണ് നൽകുന്നത്. രണ്ടാമതായി പറയുവാനുള്ളത്, ജീവനേക്കാൾ ജീവിതത്തെ പ്രാധാന്യമുണ്ട്. ജീവനേക്കാൾ ജീവിതത്തിന് പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ജീവൻ അല്ലേ, ലിവ്, LIVE രണ്ടും ഒരേ സ്പെല്ലിംഗ് ആണ്, പക്ഷെ പ്രൊനൗൺസിയേഷന് വേറെയാണ്, അർത്ഥവും വേറെയാണ്. അപ്പോൾ സജീവമാകുക, ജീവനാകുക, സജീവിച്ചുകൊണ്ടുള്ള ഒരു സജീവമായി നമ്മൾ എന്ത് ചെയ്യുക, ജീവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ഈ വേദഭാഗത്തിൽ കൂടി നമ്മെ ഓർപ്പിക്കുന്നത്. ക്രിസ്തുവിനെ കുരിശെടുത്തുകൊണ്ട് അവനെ അനുഭവിക്കുവാൻ തക്കവണ്ണം സജീവരായി നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. അതിനാണ് ഈ വേദഭാഗം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കോട്ടെ. ഇന്ന് നമ്മൾ ഈ ആരാധനയിലായിരിക്കുമ്പോൾ പല പ്രയാസങ്ങളും അസമാധാനത്തിൻ്റെ അന്തരീക്ഷങ്ങളും നമ്മുടെ കുടുംബത്തിന് വന്നു ചേരുമ്പോഴും അവിടെ ക്രിസ്തുവാകുന്ന കുരിശനെ അനുഗമിച്ചുകൊണ്ട് നടക്കുവാൻ തക്കവണ്ണം, ആ സമാധാനത്തിൻ്റെ വാളെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. അതിന് സജീവമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കു ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.